ഇതാണ് തെൽബീന തുടക്കം. അതായത് ബാർലി രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാം. ഒന്ന് ബാർലി പൊടി. ഈ സാധനം അരിയുമല്ല ഗോതമ്പുമല്ല. തെൽബീനയുടെ അടിസ്ഥാനം ബാർലിയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചു പറഞ്ഞ ഭക്ഷണമാണ് തെൽബീന. ആർക്കെങ്കിലും ഹുസ്ന്, ദുഃഖം, പ്രയാസം, മശക്കത്തുകൾ ഉണ്ടോ അവരെ സന്തോഷിപ്പിക്കാനും മാനസിക ഉല്ലാസത്തിനും അവർക്ക് തെൽബീന ഉണ്ടാക്കി ഭക്ഷിപ്പിക്കാൻ പുണ്യ റസൂൽ പറഞ്ഞ ഹദീസ് കിതാബിൽ നിറച്ചു കിടക്കുക. ദുഃഖം മാറുന്നൊരു ഭക്ഷണമാണ് എന്താണ് ഇതിന്റെ മഹത്വം? മിൻ വസിയ്യത്തിൻ നബിയിൽ മുസ്തഫ. അള്ളാന്റെ ഹബീബ് അതിലെ രഹസ്യം വെച്ചിട്ടുണ്ട്. അതിലെ രഹസ്യം അല്ലെങ്കിൽ നബി അങ്ങനെ പറയില്ലല്ലോ. അപ്പൊ നമ്മക്കൊരു ഇബാദത്തുമാണിത്. തെൽബീന ഉണ്ടാക്കി കഴിക്കൽ നമ്മളെ ദുഃഖം മാറും. അതിന്റെ പുറമെ അതാര് കൽപ്പിച്ചതാണ്? സൈക്കാട്രിസ്റ്റിനെ തെരഞ്ഞു പോകരുത്. ഒരു വിഷമം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തുണ്ടാവുക? തെൽബീന ഉണ്ടാക്കി കഴിക്കുക. അപ്പൊ അള്ളാന്റെ റഹ്മത്ത് വരും. മലക്കുകൾ ഒരു നോട്ടം നോക്കിയാൽ മതി. അള്ളാന്റെ ഹബീബ് ചെയ്തതിൽ ഗുണമല്ലാതെ ദോഷമൊന്നും ഒരിക്കലും ഇല്ല. ഈ ബാർലി രണ്ട് തരമുണ്ട്. ബാർലി നിങ്ങൾക്ക് ബാർലി ഹുബൂബ് ധാന്യമായും കിട്ടും, പൊടിയായും കിട്ടും. തെൽബീന ഉണ്ടാക്കണമെങ്കിൽ എന്തു വേണം? ബാർലി വേണം. ബാർലി മാർക്കറ്റിൽ രണ്ട് തരത്തിൽ കിട്ടും. ഒന്ന് ഹുബൂബ് ധാന്യം, രണ്ടൊന്ന് അതിൻ്റെ മസ്ഹൂക്ക് പൊടി. അൽ അഫ്ളൽ എന്താണ്? ഹുബൂബാണ്. എന്തുകൊണ്ട്? നിലവിലുള്ള സാഹചര്യത്തിൽ പൊടിയിൽ കെമിക്കൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മസ്ഹൂക്കായ പൊടിയാണ് കിട്ടിയതെങ്കിൽ വേഗം പ്രിപ്പറേഷൻ കഴിയും. അതേ സമയത്ത് ഹുബൂബ് 6 മണിക്കൂറെങ്കിലും എന്തിലിടണം? വെള്ളത്തിലിടണം. 6 മണിക്കൂർ വെള്ളത്തിലിടണം. ബാർലി ധാന്യം വാങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 6 മണിക്കൂർ വെള്ളത്തിലിടുക, വെള്ളത്തിൽ പൊതിരുക. റസൂലുള്ളാഹിന്റെ രീതിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അത് തിളപ്പിക്കുക. ഇപ്പം നിങ്ങൾ ഇത് തിളച്ചിങ്ങിട്ട് ശരിയായി കിട്ടാൻ ശരിയായിട്ടുണ്ട്. ഇപ്പം ചോറായിട്ടുണ്ട്. ഇത് കിട്ടാൻ കുറച്ച് പണിയെടുക്കും. അതുകൊണ്ടാണ് നമ്മളെ അസർ നിസ്കരിച്ചിട്ട് പോരാ. നിങ്ങൾ 3 മണിക്ക് തന്നെ എന്ത് ചെയ്യണം? തള തുടങ്ങണം. രാവിലെ തന്നെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളത്തിലിട്ട് 3 മണിക്ക് ഇത് തള തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അൽഹംദുലില്ലാ ഇനി രണ്ടാമത്തെ തുടങ്ങുകയാണ്. ഇനി ഓരോന്നും പാരേണ്ട സാധനങ്ങൾ. അപ്പം ഇത് തിളച്ചു, വെന്തു, ബാർലി വെന്തു. അടുത്തതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഒറിജിനൽ പാല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതെന്താണ്? പാല്, ശുദ്ധമായ പാല്, അല്ലാതെ പാക്കറ്റ് പാലല്ല. സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയ ശുദ്ധമായ പാല്. ഇതന്നെ ഇല്ല ഒന്നുമില്ല. ഒക്കെ ഇതിൽ നിന്ന് തിളക്കും ഇൻഷാ അല്ലാഹ്. ഇതൊരു മുതലാണ്. അൽഹംദുലില്ലാ. തീ കൂട്ട് ഇതൊക്കെ ഒരു മുതല. അൽഹംദുലില്ലാ. അങ്ങനെ അൽഹംദുലില്ലാ. പാചകമാണ് ചെയ്തു കൊടുക്കുക. പാചകം ചെയ്യുക. തേങ്ങാപ്പാല് പറ്റും. ഒറിജിനൽ പാലിനെ കിട്ടാനുണ്ടെങ്കിൽ വിരോധമല്ല. തേങ്ങാപ്പാലും പറ്റും. ബാർലി മൂടുന്ന വെള്ളം വെക്കുക, തിളപ്പിക്കുക. ചിലപ്പോൾ ബാർലി പൊങ്ങി വരികയും വെള്ളം വറ്റാനാവുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം ഒഴിച്ചു കൊടുക്കണം. 5 കിലോ ബാർലി ഉണ്ട്. വെള്ളം മൂടിയ ബാർലി അങ്ങനെ വികസിച്ച് വരും. വെള്ളം അതട് കുടിക്കും. അപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മളൊരു പരുവം കണ്ടല്ലോ, പിന്നെ പാലണ്ട് ഒഴിക്കുക. പിന്നെ ഉപ്പിടണമെന്ന് ചോദിക്കേണ്ടേ ഇല്ല. ഏത് സാധനത്തിനും ഉപ്പ് ചോദിക്കേണ്ടേ ഇല്ല. ഷൈഉൻ ത്വയ്യബത് ത്വആമ യാ ആയിഷ. ഷൈഉൻ ത്വയ്യബത് ത്വആമ യാ ആയിഷ. ഒരു ഭക്ഷണം കഴിക്കാനാക്കിയത് ഉപ്പാണ്, ആയിഷ മുഹമ്മദ് മുസ്തഫ. ഫമൽ മിൽഹു യാ റസൂലല്ലാഹ്. സലാസത്തുൻ ലാ യഹില്ലു മൻഉഹാ. 3 സാധനം ഒരാൾക്കും തടയരുത്. അൽ മാഉ വൽ മിൽഹു വന്നാറു. 3 സാധനം വിലങ്ങരുത്. ഈ ഹദീസ് എവിടെ ഉണ്ടെന്നറിയോ? ഈ ഹദീസ് ഖുർത്തുബിയില് മാഉവിന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദുഉൽ യതീം വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. അവിടെ മാവിന് പോലും അടുത്ത വീട്ടുകാർക്ക് കൊടുക്കൂല. ഇതൊരു കുറ്റാണ്. ആരെ കുറ്റം? മുനാഫിക്കീങ്ങളെ കുറ്റേ. മാവിന് ലക്ഷം ഉറുപ്പ്യൊന്നുമല്ല,
മാഊൻ എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിൽ കൊടുക്കുന്നത് കൊണ്ട് ഈ വീട്ടുകാർക്ക് നഷ്ടമുണ്ടാക്കാത്ത ചെറിയ ചെറിയ വസ്തുക്കൾക്കാണ് എന്ത് പറയാ? മാഊൻ. കൽ മിൽഹി വന്നാരി വൽ മാഇ. അവിടെ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഹബീബായ നബി പറഞ്ഞു, സലാസത്തുൻ ലാ യഹില്ലു മൻഉഹാ, 3 സാധനത്തെ വിരോധിക്കാൻ പാടില്ല. ഒന്ന് അൽ മാഉ വൽ മിൽഹു വന്നാറു. ഉപ്പ് 3 സാധനമാണ്. 1 റോക്ക് സാൾട്ട്, 2 സീ സാൾട്ട്, 3 പൊടിയുപ്പ്. പൊടിയുപ്പ് 100% എന്താണ്? കെമിക്കലാണ്, ഉപയോഗിക്കരുത് പരമാവധി. നബി ഉപയോഗിച്ച ഉപ്പ്, സുന്നത്തായ ഉപ്പ് ഏതുമല്ല, കടലുപ്പുമല്ല. ഹബീബായ നബി ഉപയോഗിച്ചത് റോക്ക് സാൾട്ടാണ്. ഇറാന്, അഫ്ഗാന്, അതിലൊക്കെ എന്തുണ്ട്? മലകളുണ്ട് ഉപ്പിന്റെ. അതിന് പൊട്ടിച്ചുകൊണ്ട് കയറ്റും. അത് അറബികൾ വാങ്ങും. എന്നിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാ പൊട്ടിക്കാൻ. അതാണ് ഒറിജിനൽ ഉപ്പ്. അത് കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവും, ഭയങ്കര ആരോഗ്യം ഉണ്ടാവും, നല്ല കരുത്ത. ഒരു തരം മഞ്ഞപ്പുണ്ടായിരുന്നു. ഹിന്ദുക്കുഷ് പർവ്വത നിരകളോടനുബന്ധിച്ചുള്ളത് കൊണ്ടാകാം. ഹിന്ദുക്കുഷ് പർവ്വത നിരകളുണ്ട് ഇറാന്റെ അഫ്ഗാന്റെ ഏരിയയിൽ. അതുകൊണ്ടാകാം അതിന് എന്ത് പേര് വന്നത്? ഹിന്ദുപ്പിന് പേര് വന്നിട്ടുണ്ടാകാം. ഒരു നിലയ്ക്ക് ഇന്ത്യയുടെ അതിർത്തി ഒരു കാലത്ത് ഇറാനാണ്. അതൊക്കെ ഇതിന് കാരണമാകാം. അതാണ് സുന്നത്തായ ഉപ്പ്. ആ ഉപ്പാണ് ആരോഗ്യദായകമായ ഉപ്പ്. ഹബീബായ നബി പറഞ്ഞു, ആയിഷ, അതുള്ളത് കൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കാൻ പറ്റിയത് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇപ്പൊ ഇതിൽ 2 എണ്ണം കയറി. ഒന്നെന്ത്? നേരത്തെ തന്നെ ബാറിൽ തിളപ്പിച്ച് പരുവത്തിലാക്കി. ഇപ്പൊ എന്തിട്ടു? പാലിട്ടു. ഇനി ഇതാ പൊന്തിച്ചൂടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് മുതൽ. നല്ല ഈത്തപ്പഴം. അൽഹംദുലില്ലാഹ്. ഇനി ഇതിലേക്ക് ലേശം കൂട്ടാം. എന്ത്? കരിഞ്ജീരകം. കരിഞ്ജീരകം വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കേണ്ട സാധനമാണ്. എന്ത്? കരിഞ്ജീരകം. കിഡ്നി പോവും. ഒരു ഡോക്ടറുടെ സമ്മതവും പരിശോധനയും കൂടാതെ ഒരാൾ അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ, ഹബ്ബത്തു സൗദാ ശിഫാഉൻ ലികുല്ലി ദാ, എല്ലാ രോഗത്തിനും മരുന്നാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതറിയുന്ന ചികിത്സാരിയെ കാണണം. നിങ്ങളാണ് വാരി തിന്നാൻ പാടില്ല. ഇനി നമ്മളെ ആളുകൾക്ക് ഒരു പൊതു സ്വഭാവമാണ്, ഈ ഹദീസ് കണ്ടവരും കേട്ടവരും ഒക്കെ എന്ത് ചെയ്യും? അടിച്ചട് പോവും. എന്ത്? ഭയങ്കര കരുത്തുള്ള സാധനമാണ് കരിഞ്ജീരകം. ഡോക്ടർ ഉപദേശത്തിലല്ലാതെ തിന്നാനേ പാടില്ല. 2 സ്പൂൺ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാ കരിഞ്ജീരകം. ദാ ബിസ്മില്ലാ. കുറഞ്ഞോട്ടെ, കൂടണ്ട. സുന്നത്തുമായി കരിഞ്ജീരകം. നല്ല വെയിറ്റുള്ള സാധനം, ശ്രദ്ധിക്കണം. ഇഞ്ചി, കരിഞ്ജീരകം, മഞ്ഞൾ പോലെയുള്ള സാധനങ്ങൾ കലക്കി കുടിക്കുമ്പോഴും തിളപ്പിച്ചു കൊടുക്കലും 100 വട്ടം ആലോചിക്കണം. കാരണം ഉള്ളു കലങ്ങാനാവും മതി. ഭയങ്കര കരുത്തേന്. ഇഞ്ചി ഭയങ്കര പ്രശ്നമാണ്. ഇഞ്ചി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഭയങ്കര കരുത്തുള്ള സാധനം, കാരം കൂടുതലാണ്. അതുകൊണ്ട് ഇഞ്ചിയൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചില ആളുകൾ ഷുഗർ പോകാൻ വേണ്ടി ഇതൊക്കെയാണ് തിളപ്പിച്ചു കൊടുക്കും, കിഡ്നിയുടെ പോകും. അപ്പം എന്തൊക്കെയാണ് തെൽബീന? ബാർലി നേരത്തെ വെള്ളത്തിലിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് ശുദ്ധമായ പാലൊഴിക്കുക, ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ എന്ത് ചെയ്യുക? ഒരൽപ്പം കരിഞ്ജീരകം ഇടുക, പിന്നെ നല്ല ഈത്തപ്പഴം, ഉപ്പ്. മറ്റൊരു കാര്യം പറയേണ്ടത്, ഇനി ഇതിൻ്റെ അവസാന ചേരുവയാണ് എന്ത്? തേന് ഉപയോഗിക്കുകയും ചെയ്യാം, ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. തേൻ ഉപയോഗിക്കുമ്പോൾ ഭക്ഷണം പൂർണ്ണമായി തണുത്തിരിക്കൽ ഷർത്താണ്. ഇല്ലെങ്കിൽ വിപരീത ഫലം ഉണ്ടാക്കുന്ന സാധനമാണ് തേൻ. ഏത് ഭക്ഷണത്തിലും ചില മെലിയാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ തേൻ ഒഴിക്കും, വിപരീത ഫലം ഉണ്ടാവും. തേനും ചൂടുവെള്ളവും ഒരു കാലത്തും യോജിക്കൂല, കഴിക്കരുത്. ഉള്ളിലെ ഇന്റേണൽ ഓർഗൻസ് പൊട്ടിടും. നമ്മൾ വിചാരിച്ച ആപത്തനുണ്ടാവും. തേൻ എന്തിനുള്ളതാണ്? തണുപ്പിക്കാനുള്ളതാണ്. ഒരാൾക്ക് തീ പൊള്ളിയാൽ വേഗം തേച്ചു കൊടുക്കാൻ പറ്റിയ സാധനം എന്താ? തേനിൻ്റെ ഭയങ്കര തണുപ്പിക്കലാണ്. ഭയങ്കര തണുപ്പിക്കലാണ്. തേൻ ഒരിക്കലും ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇതിന് 2 അവസ്ഥ ഉണ്ട്. നമ്മൾ മഗ്‌രിബ് ആവുമ്പോഴത്തിന് ഇത് തണുക്കുകയാണെങ്കിൽ എന്തിടും? ഇല്ലെങ്കിൽ നിങ്ങളെ ഭാഗ്യക്കേട് കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് തേനില്ല, ഈത്തപ്പഴം ആകുമ്പോൾ തന്നെ ഇത് തേന് പോലെ ആവും. ഇതിലുണ്ട് വേവും. നട്സ് ഉപയോഗിക്കാം, ഏലക്കായ് ഉപയോഗിക്കാം. ഏലക്കായ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏലക്കായ് കുരു ഒഴിവാക്കി കുത്തിയിട്ട് മാത്രമാണ്
പാചകം ചെയ്യാൻ വേണ്ടി ഇടേണ്ടത്. അങ്ങനെ ഇടരുത്. കാരണം ഏലക്കായ് അവസാനം വേവുന്ന സാധനമാണ്. നമ്മളാളുകൾ അതാണ് ഇടും, അതിൻ്റെ ഫലം ഇവിടെ കിട്ടൂല. ഞാൻ ഏലക്കായ് കിട്ടാൻ വേഗം എന്ത് ചെയ്യുമെന്നറിയാം, ഏലക്കായ് കുരുണ്ട് ഒഴിവാക്കി ചവക്കും. ചവച്ചിട്ട് അതിൻ്റെ ചണ്ടൻ ഈമ്പിട വരെയാണ് ചവക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ എനർജി കിട്ടും. കാരണം ഇത് ഈ പെണ്ണുങ്ങൾ അവസാനം ഇടുന്ന സാധനമാണ് എന്ത്, ഏലക്കായ്. ചെയ്യേണ്ടത് കുരു ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, കല്ലൊരലിട്ട് കുത്തുക. പത്തില തൊലിയാണെങ്കിൽ ഹാർഡാണ്, പെട്ടെന്ന് അതിലേക്ക് തീ കയറൂല. ഇതാ പരുവത്തിലുണ്ടാക്കിയിട്ട് അതന്നെ ഇടുക, എന്നാൽ വേഗം ചേരും. അതേ സമയത്ത് കാരക്കയുടെ കുരു വലിച്ചെറിയാൻ പാടില്ല. ഒരു 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞാൻ കാരക്ക കുരു എറിഞ്ഞിട്ടില്ല. ഞാനും അറ്റിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാരും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഈത്തപ്പഴം കഴിച്ചു. അതിനിടയിൽ ഒരാളാണ് ഇട്ടു. അപ്പോൾ പറഞ്ഞു ഇടരുത്, അത് ഹബീബായ നബി തിന്ന സാധനമാണ്, നമ്മൾ അത് എറിയാൻ പാടില്ല. കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഞാൻ ഈത്തപ്പഴത്തിൻ്റെ കുരു എറിഞ്ഞിട്ടില്ല, ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ സഹായത്താൽ. കാരണം അത് മുസ്തഫ നബി തിന്നതാണ്. ഒന്ന്, ഇന്ന് ആധുനിക മെഡിസിൻ കണ്ടുപിടിച്ചു ക്യാൻസറിന്റെ ഏറ്റവും വലിയ മരുന്നാണ് എന്ത്, ഈത്തപ്പനക്കുരു പൗഡറാക്കി തിളപ്പിച്ചു കുടിക്കുക. ഷുഗർ, കൊളസ്ട്രോള്, എന്തിന് ക്യാൻസറിന് പോലും പരിഹാരമാണ് എന്ത്, ഈത്തപ്പനക്കുരു. ഭയങ്കര പരിഹാരം, ഒഴിവാക്കരുത്. പൊടിച്ചിട്ട് തിളപ്പിക്കുക, ചായക്ക് പകരം ഉപയോഗിക്കുക. അത് പൊടിക്കണം, മില്ലുണ്ട് മലപ്പുറത്ത്, അതിനായിട്ട് മില്ലുണ്ട്. അത് വലിയ ഫലം ഉണ്ട് അതിന്, ക്യാൻസറിന് പരിഹാരമാണ്. ഇനി എന്താ കേൾക്കേണ്ടത്, അതിനി അടുത്ത് മാർക്കറ്റിൽ വരും. എന്തിന്, ക്യാൻസറിന്റെ മരുന്നായി ഈ സാധനം ഇപ്പം മാർക്കറ്റിൽ വരും. ഇതാണ് തെൽബീന. അൽഹംദുലില്ലാഹ്. ബാക്കി ഞാൻ അവർ ചെയ്യട്ടെ.